നമസ്കാരം. ഇന്ന് കേരളം വിധിയെഴുതുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും പോളിംഗ് ബൂത്തിൽ നിർത്താതെ വോട്ടേഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 6 മണിക്ക് എത്തിയവർക്ക് ടോക്കൺ നൽകി. അവരാണ് ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്താനായി കാത്തിരിക്കുന്നത്. കേരളം വിധിയെഴുതി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴും ചിലയിടങ്ങളിൽ നീണ്ട ക്യൂ തുടരുന്നു എന്നുള്ളതാണ്. 6 മണി വരെയായിരുന്നു പോളിംഗ് സമയം. പക്ഷേ 6 മണിക്ക് മുൻപ് ബൂത്തിലെത്തിയവർക്ക് ടോക്കൺ നൽകി അവരെ ഇപ്പോഴും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. വടകരയിലാണ് അത്തരത്തിലൊരു ക്യൂ ഉള്ളത്, അല്ലേ? വടകര മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. പോളിംഗ് അർദ്ധരാത്രി വരെ നീളാൻ സാധ്യതയുണ്ട്. അതെ 3 മണി മുതൽ ടോക്കൺ തന്നാണോ? പിന്നെ ടോക്കൺ തന്നാ. അന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ? തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴല്ലേ കുറച്ച് നീങ്ങി തുടങ്ങിയത് തന്നെ. രാഹുൽ സുരേഷാണ് ഇപ്പോൾ വടകരയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. രാഹുൽ, ഇത് എത്ര ബൂത്തുകളിൽ ഇത്തരത്തിൽ ഇപ്പോഴും പോളിംഗ് നടക്കുന്നുണ്ട്? രാഹുൽ, ഉന്മേഷ സ്മിത, പോളിംഗ് സമയം 6 മണിക്ക് കഴിഞ്ഞതാണ്. ഇപ്പോൾ സമയം 10 മണിയാവുന്നു. 4 മണിക്കൂർ പിന്നിട്ടിട്ടും വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആകെ 2248 ബൂത്തുകളാണ് ഉള്ളത്. അതിൽ 1964 ബൂത്തുകളിൽ വോട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. 284 ബൂത്തുകളിലാണ് ഇപ്പോഴും പോളിംഗ് തുടരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മാക്കൂൽ പീടിക JB സ്കൂളിന് സമീപമാണ്. സ്ത്രീകളും മുതിർന്നവരും അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ ബൂത്തിൽ തുടരുന്നു എന്ന് വേണം ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ. ആകെ 350-ലധികം ആളുകൾക്കാണ് 6 മണിക്ക് ശേഷം ടോക്കൺ നൽകിയിട്ടുള്ളത്. ഇനിയും ഏതാണ്ട് 100-നടുത്ത ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഏതാണ്ട് 11 മണി വരെ ഈ പോളിംഗ് തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ ഈ ബൂത്തുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പോളിംഗിന് വേഗത ഇല്ലാത്തതാണ് ഇത്തരത്തിൽ കാലതാമസം നേരിടാൻ കാരണമെന്നാണ് എല്ലാവരും പറയുന്നത്. UDFും LDFും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ ഒച്ചിന്റെ വേഗതയിലാണ് ഈ പോളിംഗ് പുരോഗമിക്കുന്നത് എന്ന പരാതിയുമായി UDF രംഗത്തെത്തിയിരുന്നു. ഉച്ചയോടുകൂടിയാണ് ഇതിന് അല്പമെങ്കിലും മാറ്റമുണ്ടായത്. രാവിലെ 7 മണി മുതൽ ഈ സമയം വരെ മിക്ക ബൂത്തുകളിലും ഇത് തന്നെയാണ് സാഹചര്യം. പക്ഷേ കാര്യമായ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 74.90% വടകര ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. രാവിലെ 7 മണി മുതൽ ഈ സമയം വരെ തുടർച്ചയായി ആളുകൾ വോട്ട് ചെയ്താലും ഏതാണ്ട് 80% മുകളിൽ ഇതിനോടകം പോകേണ്ടതാണ്. പക്ഷേ ആ വോട്ടിംഗ് ശതമാനം എത്തിയിട്ടില്ല എന്നും പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ വടകര 75%, അങ്ങനെ 80-ൽ താഴെ ശതമാനത്തിലാണ് ബാക്കിയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് നടത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇപ്പോഴും ഏറെ വൈകിയും 4 മണിക്കൂർ വൈകിയും വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് തുടരുകയാണ്. ഉന്മേഷ സ്മിത. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഉന്മേഷ്, സ്വാഭാവികമായിട്ട് ഈ മണിക്കൂറുകളോളം കാത്തിരിക്കുമ്പോൾ പ്രായമായവരുണ്ടാകാം, കുട്ടികളെയൊക്കെ വീട്ടിലുള്ളവർ ഒരുപാട് പേരുണ്ടാവും. സ്വാഭാവികമായ ഒരു പ്രതിഷേധമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഏത് സമയവും പ്രതീക്ഷിക്കാം നമുക്ക്, അല്ലേ? അതെ, ഏതായാലും ഈ വോട്ടെടുപ്പ് വൈകിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ അനാസ്ഥയുണ്ടായി എന്നാണ് വിമർശനം. അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. വോട്ടിംഗ് വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് ഡോക്ടർ ശശി തരൂർ ആരോപിച്ചു. എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടായെന്ന് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ വിളിച്ച് ചോദിച്ചു. ചില വോട്ടർമാരെ ഇന്ന് വഴിയിൽ കാണുമ്പോൾ 3-4 മണിക്കൂർ നിൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഭാഗത്ത്. അത് ശരിക്ക് നടക്കരുത്. അത് എന്താ സംഭവം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. നല്ല എണ്ണം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഭൂരിപക്ഷം നമ്മൾക്കാണ് വോട്ട് ചെയ്തിരിക്കണം, ഒരു സംശയവുമില്ല. ഞങ്ങളെല്ലാവരും ഇന്നൊരു ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും കിട്ടുന്ന റിപ്പോർട്ട് കാണുമ്പോൾ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയം വരും ഈ തവണയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
ഇനി നമ്മൾ ഓരോ മേഖല തിരിച്ച് ഈ വോട്ടെടുപ്പ് വിവരങ്ങളിലേക്ക് പോവുകയാണ്. വിവാദങ്ങൾ കത്തിക്കേറിയ തെക്കൻ കേരളത്തിലും പ്രവചനങ്ങൾക്ക് പിടിതരാതെയാണ് വിധിയെഴുത്ത് നടന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ദേശീയ ശ്രദ്ധ ആകർഷിച്ച ആലപ്പുഴ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം വോട്ടെടുപ്പ് വൈകിയത് പലയിടത്തും നേരിയ സംഘർഷമുണ്ടാക്കിയെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു പോളിംഗ് ദിനം. സംസ്ഥാനത്തെ പൊതു പോളിംഗ് പാറ്റേൺ രീതി തന്നെയായിരുന്നു തെക്കൻ കേരളത്തിലും. രാവിലെ 7 മുതൽ 10 വരെ വോട്ടർമാർ കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി. എന്നാൽ കടുത്ത ചൂട് അനുഭവപ്പെട്ട ഉച്ചസമയത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞു. വൈകുന്നേരത്തോടെ വീണ്ടും ആളുകൾ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.06% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇക്കുറി 66.43 കുറഞ്ഞു. കോൺഗ്രസിന് മുൻതൂക്കമുള്ള കോവളത്തും കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ഉയർത്തിയ നിയമസഭാ മണ്ഡലത്തിലും കാര്യമായ പോളിംഗ് ഉണ്ടായി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് കാര്യമായി കുറഞ്ഞു. എന്നാൽ UDFന് കാര്യമായ സ്വാധീനമുള്ള അരുവിക്കര, കാട്ടാക്കട മേഖലകളിൽ പോളിംഗ് വർദ്ധിച്ചു. 2019 80.25 പോളിംഗ് രേഖപ്പെടുത്തിയ ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ 76% കുറഞ്ഞു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന പോളിംഗ് നടന്നത്. പോളിംഗ് ശതമാനത്തിലെ മാറ്റം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയെന്നും ജാതി സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ ഇത്തവണ പോളിംഗ് ശതമാനം 65 കടന്നില്ല. അടൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായത്. 8ഓളം കള്ളവോട്ട് പരാതികളും പത്തനംതിട്ടയിൽ ഉയർന്നു. കൊല്ലത്ത് മലയോര തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ടായപ്പോൾ നഗരമേഖലയിൽ കുറവുണ്ടായി. സ്ത്രീ വോട്ടർമാരാണ് കൊല്ലത്ത് കൂടുതലും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അട്ടിമറികൾ പ്രതീക്ഷിച്ച മാവേലിക്കര മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 74% ഇത്തവണയത് 65 ചുരുങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മൊത്തത്തിലൊരു കുറവുണ്ട് പോളിംഗ് ശതമാനത്തിൽ, അല്ലേ? വോട്ടെടുപ്പ് ദിനത്തിലെ പ്രത്യേക ബുള്ളറ്റിനാണിത്. കൂടുതൽ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. പോളിംഗ് പൂർത്തിയായപ്പോൾ മുന്നണികൾക്ക് പിടികൊടുക്കാതെ മധ്യ കേരളം. പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. ചാലക്കുടിയിൽ 2020 CPIM പ്രവർത്തകർ ഏറ്റുമുട്ടി. പൊതുവെ തണുപ്പൻ മട്ടിലാണ് മധ്യകേരളം തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത്. കോട്ടയത്തെ പോളിംഗ് 2019 75% നിന്നും 65 കൂപ്പുകുത്തിയത് ഇതിനുദാഹരണം. ഗ്ലാമർ പോരാട്ടം നടന്ന തൃശൂരിൽ 74% ഇതുവരെ പുറത്തുവന്ന കണക്ക്. കള്ളവോട്ട് ആരോപണങ്ങളും ഉയർന്നു. പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായതും കല്ലുകടിയായി. ആലത്തൂരിൽ 75% വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% കുറവ്. പാലക്കാടും പോളിംഗിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. ജില്ലയിൽ വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. UDFന്റെ ഉരുക്കുകോട്ടയായ എറണാകുളത്ത് ഇതുവരെ 68% വോട്ട് രേഖപ്പെടുത്തി. സെലിബ്രിറ്റി മണ്ഡലമായ എറണാകുളത്ത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തി. ഇടുക്കിയിൽ ഇത്തവണ പോൾ ചെയ്തത് 70% വോട്ട് മാത്രം. ചാലക്കുടിയിലും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ CPIM 2020 പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടി. 24 കൊച്ചി. നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണല്ലേ. മേടച്ചൂടനെ പ്രതിരോധിച്ച് മണിക്കൂറുകൾ കാത്തുനിന്ന് മലബാറിൽ ജനം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പല ബൂത്തുകളിലും വടകരയിൽ ഉൾപ്പെടെയല്ലേ വോട്ടെടുപ്പ് തുടരുകയാണ്. വടകരയിൽ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ കണ്ണൂരിൽ കുറയാനാണ് സാധ്യത. ജനവിധി പ്രവചനങ്ങൾക്കപ്പുറമാകുന്ന ഒരു സാഹചര്യമാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലുമുള്ളത്. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ കാസർഗോഡ് പോളിംഗ് ശതമാനം 78% വരെ പോകാനാണ് സാധ്യത. UDF കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതായും സൂചനകളുണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പയ്യന്നൂരിലാണ്, 78.5%. UDFനും BJPക്കും ശക്തിയുള്ള കാസർഗോഡാണ് കുറവ് പോളിംഗ് ശതമാനം, 69.05%. മണ്ഡലത്തിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ പോളിംഗ് കുറഞ്ഞത് LDFന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തലുകൾ. കണ്ണൂരിലെ ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ് നിയോജകമണ്ഡലങ്ങളിലെ കനത്ത പോളിംഗ് LDFന് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ UDF വോട്ട് ചോർന്നിട്ടില്ലെന്നാണ് K. സുധാകരൻ ക്യാമ്പ് വിലയിരുത്തുന്നത്. കോഴിക്കോട് വോട്ടിംഗ് ശതമാനം ഉയരാൻ സാധ്യതയില്ല. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലത്ത് 74.15%. ഏറ്റവും കുറവ് കോഴിക്കോട് നോർത്തിൽ 69.22%. തെരഞ്ഞെടുപ്പ് തുടക്കം മുതലേ അങ്കത്തട്ടായ വടകരയിൽ പോളിംഗ് ശതമാനം 80-ലേക്കെത്തി. രാത്രി വൈകിയുള്ള പോൾ കണക്ക് കൂടി വന്നാൽ കഴിഞ്ഞ വർഷത്തെ 82% പിന്നിടുമെന്നാണ് നിഗമനം. പ്രചാരണം അതിരുവിട്ട മണ്ഡലത്തിൽ സ്ത്രീകളും യുവാക്കളും കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തി. മുസ്ലിം വിഭാഗവും വോട്ടെടുപ്പിൽ സജീവമായി എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. വർഗീയ പ്രചാരണം വടകരയിൽ വിലപോകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഇലക്ഷൻ പ്രവർത്തനത്തിലുടനീളം ജനങ്ങളെ കണ്ടിട്ടുള്ളവരാണല്ലോ നമ്മൾ.
അതുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിനും ഭീഷണിയില്ലെന്ന് ഉറപ്പിക്കുകയാണ് UDF ക്യാമ്പ്. എന്നാൽ പൊന്നാനിയിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല. വോട്ട് ശതമാനം കുറഞ്ഞത് ഇരുമുന്നണിയിലും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാന നിലപാട് ഇവിടെ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് നിർണായകം. കാന്തപുരം വിഭാഗം പ്രാദേശിക തലത്തിൽ LDFന് പിന്തുണ നൽകിയെന്നാണ് സൂചന. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് മലബാറിൽ വലിയ ജനപങ്കാളിത്തമാണ് പൊതുവിൽ പ്രകടമായത്. ഇനി നേതാക്കൾക്ക് കാത്തിരിപ്പിൻ്റെതാണ്, ഒപ്പം ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പിൻ്റെയും. ഏതായാലും ഒരു കാര്യം വ്യക്തം, മലബാറിൽ പല മണ്ഡലങ്ങളിലും വിധി പ്രവചനാതീതം തന്നെയാണ്. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ഉന്മേഷ്, പൊതുവെ ഇന്ന് സമാധാനപരമായിട്ടായിരുന്നു വോട്ടെടുപ്പെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു. പലയിടത്തും കള്ളവോട്ട് പരാതിയാണ് ഉയർന്നത്. ഇടുക്കി ചക്കുവള്ളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ UDF ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു. സംസ്ഥാന അതിർത്തിയിൽ ഇരട്ട വോട്ട് ഉള്ളവരും പിടിയിലായി. തിരുവനന്തപുരം മലയൻകീഴിൽ പോളിംഗ് ബൂത്തിന് സമീപം പണം കണ്ടെത്തി. ശക്തമായ സുരക്ഷാ മുൻകരുതലുകളുണ്ടായിട്ടും കള്ളവോട്ട് പരാതികൾക്ക് ഇക്കുറിയും കുറവില്ല. പലയിടത്തും വോട്ട് ചെയ്യാനെത്തിയവർക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത് നിങ്ങളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയല്ലോ എന്ന മറുപടിയാണ്. ഇടുക്കി ഖജനപ്പാറ, പത്തനംതിട്ടയിൽ തിരുവല്ലം, അടൂർ, ആനപ്പാറ, പന്തളം, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളം, ചിറ്റഞ്ഞൂർ, ഇരിക്കൂർ, മൈലംപെട്ടി, വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ സമാന പരാതി ഉയർന്നു. പലയിടത്തും വോട്ടർമാർ പ്രതിഷേധിച്ചു. ഇടുക്കി ചക്കുവള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച CPIM ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെ UDF ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു. 77-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം 80-ാം നമ്പർ ബൂത്തിലെത്തിയപ്പോഴാണ് ബിജുവിനെ പിടികൂടിയത്. ഇയാളെ പിന്നീട് പോലീസിന് കൈമാറി. വടകര നാദാപുരത്ത് വിദേശത്തുള്ള സഹോദരന്റെ പേരിൽ വോട്ട് ചെയ്യാനെത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വളയം സ്വദേശി ഷഹൽ ചത്തോത്താണ് പിടിയിലായത്. ഇടുക്കി കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിലും കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. UDF നേതൃത്വം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഇടുക്കിയിലെ അതിർത്തി പ്രദേശമായ കുമ്പപ്പാറയിലും ചെമ്മണ്ണാറിലും ഇരട്ട വോട്ട് പിടികൂടി. 1-ാം ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് കുമ്പപ്പാറയിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയത്. നടപടിയൊന്നുമെടുക്കാതെ ഇയാളെ പറഞ്ഞയച്ചു. കാസർഗോഡ് UDF വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി LDF പരാതിപ്പെട്ടു. LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ KP സതീഷ് ചന്ദ്രൻ നൽകിയ പരാതി അന്വേഷിക്കുമെന്ന് ജില്ലാ കലക്ടർ K ഇമ്പശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരം മലയൻകീഴ് മച്ചലിലെ ബൂത്തിന് സമീപം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ 51,000 രൂപ കണ്ടെത്തി. പണം തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്ക് കൈമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. വോട്ടെടുപ്പ് ദിന കാഴ്ചകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളവോട്ട് ഉൾപ്പെടെ നിരവധി പരാതികളാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ഇന്നുണ്ടായത്. കൈപ്പത്തിക്ക് ചെയ്ത വോട്ട് താമരയ്ക്ക് പതിഞ്ഞു എന്ന വിവാദം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും BJP പ്രവർത്തകനും തമ്മിലുള്ള വാക്കേറ്റത്തിലാണ് ഇന്ന് കലാശിച്ചത്. പത്തനംതിട്ട മണ്ഡലത്തിലെ 1-ാം നമ്പർ ബൂത്ത് കുമ്പഴ വടക്ക് സ്കൂൾ താൻ ചെയ്ത വോട്ട് താമര ചിഹ്നത്തിൽ മാറിപ്പതിഞ്ഞെന്ന് പരാതി ഉയർത്തിയത് കുമ്പഴ സ്വദേശി ഷെർലി. ഞാൻ വോട്ട് ചെയ്ത കറക്റ്റ് ചിഹ്നത്തിലല്ല ഇപ്പുറത്ത് കാണിച്ചത്. അതപ്പം തന്നെ ഞാൻ ആ ബൂത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് വിവരം പറഞ്ഞു ടൈം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. പിന്നെ 12 മണിയായപ്പോൾ വോട്ട് ചെയ്ത് അന്നേരം തൊട്ട് ഇവിടെ നിൽക്കുമോ ഞങ്ങൾ. പൂഞ്ഞാറിൽ എനിക്ക് ചെയ്ത വോട്ട് അനിൽ ആൻ്റണിക്ക് വരുന്നു, താമരയ്ക്ക് വന്നു എന്ന് കണ്ട് ഞങ്ങൾ അന്ന് തന്നെ ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇപ്പോൾ ഇവിടെ ഇതാ നിൽക്കുന്നു ഈ ഷേർലി എന്ന് പറഞ്ഞ സ്ത്രീ, അവർ ചെയ്ത വോട്ട് താമരയ്ക്കാണ് വന്നിരിക്കുന്നത്, അനിൽ ആൻ്റണിക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അവർ പരാതിയായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഷെർലിക്ക് ശേഷം 100-ലധികം പേർ വോട്ട് ചെയ്തിട്ടും മറ്റു പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല. ഷെർലിക്ക് പകരം വോട്ട് ചെയ്യാമെന്നും അതിൽ തെറ്റുണ്ടായില്ലെങ്കിൽ പിഴയോ തടവ് ശിക്ഷയോ അനുഭവിക്കേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ഇവർ പിന്മാറി. ഇതോടെ ആന്റോ ആന്റണിയും പ്രതിഷേധം അവസാനിപ്പിച്ചു. പറഞ്ഞത് ഇനി ഒരു വോട്ടോട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് അങ്ങനെ തന്നെ അല്ല വന്നെന്നുണ്ടെങ്കിൽ 2000 രൂപ പിഴയും 6 മാസം തടവും വരും എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. ഞാൻ ചെയ്ത ചിഹ്നത്തിൻ്റെ ഇതല്ല ഇപ്പുറത്ത് കാണിച്ച പടം കാണിച്ച അതല്ല. കള്ളവോട്ട് പരാതികൾ രാവിലെ മുതലേ ഉണ്ടായി. പലർക്കും ബൂത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ പേരില്ല, നിങ്ങൾ വോട്ട് ചെയ്തേച്ചു പോയവരാണ് അവർ പറഞ്ഞത്. എല്ലാവരെയും പകരം വോട്ട് ചെയ്യാൻ അനുവദിച്ചാണ് പരാതികൾ പരിഹരിച്ചത്. 24 പത്തനംതിട്ട.
ഇതുപോലുള്ള പരാതികൾ പലയിടത്തും ഉണ്ടായി. അതിനൊപ്പം തന്നെ ചിലയിടങ്ങളിൽ ചില സംഘർഷങ്ങളും ഉണ്ടായി. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലും നേരിയ സംഘർഷമുണ്ടായി. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം LDF പ്രവർത്തകർ ആക്രമിച്ചെന്ന പരാതി ഉയർന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്ന് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ് ആരോപിച്ചു. നെടുമങ്ങാട് NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ബൂത്ത് സന്ദർശനത്തിനിടെയും സംഘർഷമുണ്ടായി. കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരി പട്ടുവത്താണ് UDF LDF സംഘർഷമുണ്ടായത്. കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച് LDF പ്രവർത്തകരെ UDF ബൂത്ത് ഏജന്റ് ചോദ്യം ചെയ്തതാണ് കയ്യാങ്കളിക്കിടയാക്കിയത്. വിവരമറിഞ്ഞെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം LDF പ്രവർത്തകർ ആക്രമിച്ചെന്നും പരാതി ഉയർന്നു. കാസർഗോഡ് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിനെത്തിയ മാധ്യമപ്രവർത്തകരെ UDF പ്രവർത്തകർ ആക്രമിച്ചു. കൈരളി TV റിപ്പോർട്ടർ സിജു കണ്ണൻ, ക്യാമറാമാൻ ഷൈജു പിലാത്തറ എന്നിവർക്ക് പരിക്കേറ്റു. മലപ്പുറം നെല്ലിക്കുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് LDF സ്ഥാനാർത്ഥി V വസീഫും പ്രവർത്തകരും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. നെടുമങ്ങാട് 154 നമ്പർ ബൂത്തിൽ NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ ബൂത്ത് സന്ദർശനത്തിനിടെ CPIM BJP പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബൂത്തുതല ഓഫീസറുമായി CPIM പ്രവർത്തകർ സംസാരിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്ത് പോളിംഗ് ബൂത്തിന് സമീപം LDF പ്രവർത്തകർ സ്ലിപ്പ് വിതരണം ചെയ്തത് UDF പ്രവർത്തകർ ചോദ്യം ചെയ്തു. കൊല്ലത്ത് മഞ്ഞപ്പാറ ബൂത്തിൽ വോട്ടെടുപ്പ് വൈകുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. രാഷ്ട്രീയ നേതാക്കളുടെ അനാവശ്യ ഇടപെടലാണ് വോട്ടെടുപ്പ് വൈകാൻ കാരണമെന്ന് ഒരു വിഭാഗം ആരോപിച്ചു. പത്തനാപുരത്ത് LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വോട്ടർമാരെ വാഹനങ്ങളിൽ എത്തിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തൃശൂർ കടങ്ങോട് മരത്തംകോട് MPM UP സ്കൂളിൽ വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് വോട്ടർമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി. പോലീസ് ഇടപെട്ടതോടെ തർക്കം സംഘർഷത്തിന് വഴിമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വോട്ടെടുപ്പ് ദിനത്തിലെ വേദനിപ്പിക്കുന്ന വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത് 11 പേരാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 3 വീതം മരണം റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് തേങ്കുറിശ്ശിയിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച ശബരിക്ക് പ്രായം 32. വടക്കേത്തറ LP സ്കൂളിലായിരുന്നു ശബരിക്ക് വോട്ട്. ഒറ്റപ്പാലം ചുനങ്ങാടിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതിനു പിന്നാലെയാണ് വാണിവിലാസിനി മോഡൻ കാട്ടിൽ ചന്ദ്രൻ കുഴഞ്ഞു വീണ് മരിച്ചത്. പാലക്കാട് വിളയോടിയിലാണ് 3ാമത്തെ മരണം. വോട്ട് ചെയ്ത ശേഷം വിശ്രമിക്കുകയായിരുന്ന വിളയോടി പുതുശ്ശേരി കുമ്പോറ്റിയിൽ കണ്ടനാണ് മരിച്ചത്. മലപ്പുറം തിരൂരിൽ വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ നിറമരുതൂർ സ്വദേശി ആലുക്കാനകത്ത് സിദ്ദിഖ് മൗലവി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലും വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. അരമണിക്കൂറോളം ക്യൂ നിന്ന ശേഷം മകനൊപ്പം ഓട്ടോയിലേക്ക് കയറുമ്പോഴാണ് സോമരാജൻ കുഴഞ്ഞു വീണത്. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വഴിയാണ് കാക്കനാട് സ്വദേശി അജയൻ കുഴഞ്ഞു വീണത്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ CPIM ബൂത്ത് ഏജന്റ് അനീസ് അഹമ്മദാണ് മരിച്ചത്. തൊട്ടിൽപ്പാലത്ത് വോട്ട് ചെയ്ത് മടങ്ങിയ 40 വയസ്സുകാരൻ കല്ലുംപുറത്ത് വീട്ടിൽ ബിമേഷും കുഴഞ്ഞു വീണ് മരിച്ചു. വളയം ചെറുമൂത്ത് സ്വദേശി കുഞ്ഞുമൽ മാമി, മറയൂർ സ്വദേശി വള്ളി, പേരാമംഗലം പുത്തൻ വീട്ടിൽ നാരായണൻ എന്നിവരും വോട്ടിംഗ് ദിവസം കുഴഞ്ഞു വീണ് മരിച്ചു. 24 കോഴിക്കോട്. അഭിജിത്ത് ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. അവിടെ ഈ വടകര, കോഴിക്കോട് 2 മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലാണ് ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 157 പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടെടുപ്പ് നടക്കുന്നു. സമയം 10:35 കഴിഞ്ഞിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും അടുത്ത മത്സരം നടക്കുമ്പോഴും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. എല്ലാവരും അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പിന്നീട് വിവിധ ബൂത്തുകളിലെത്തി സന്ദർശനം നടത്തി. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കും മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തിലെത്തി. ചിലർക്ക് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലായിരുന്നില്ല വോട്ട്. മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിലെ 46ാം നമ്പർ ബൂത്തിൽ ഒന്നാമനായി വോട്ട് രേഖപ്പെടുത്തിയത് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. വിജയപ്രതീക്ഷയെക്കുറിച്ച് സംശയമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ, UDFന്റെ ഒരു വിലയിരുത്തലിൽ കോട്ടയം എന്നല്ല 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം UDF വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് UDF നേതൃത്വം നടത്തിയിട്ടുള്ളത്. പലരും കുടുംബസമേതമാണ് വോട്ട് ചെയ്യാനെത്തിയത്. മുഴക്കോം സർക്കാർ UP സ്കൂളിലെ 35ാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ LDF സ്ഥാനാർത്ഥി
MV ബാലകൃഷ്ണന് അല്പം കാത്തു നിൽക്കേണ്ടി വന്നു. സാങ്കേതിക പ്രശ്നമാണ് വഴിമുടക്കിയത്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും. അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ്. വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ മറ്റ് ബൂത്തുകളിൽ സന്ദർശനം നടത്തി സാഹചര്യം വിലയിരുത്തി. വോട്ടിംഗ് മന്ദഗതിയിലാണെന്നും വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം സാവധാനത്തിലുമാണെന്നുമൊക്കെ പലയിടത്തും പരാതി ഉയർന്നു. കൊടുംവെയിലിലും പോളിംഗ് ബൂത്തിന് മുന്നിൽ കണ്ട നീണ്ട നിര അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പോളിംഗ് ദിനത്തിലും കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്ന് EP ജയരാജന്റെ BJP പ്രവേശന വിവാദം. പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്നും രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ദല്ലാളെന്ന TG നന്ദകുമാറുമായുള്ള സൗഹൃദത്തിൽ EP ജയരാജനെ പരസ്യമായി താക്കീത് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി നൽകിയത് മുന്നറിയിപ്പെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. EP ജയരാജനെ BJPയിൽ എത്തിക്കാനുള്ള ശ്രമം 90% വിജയിച്ചിരുന്നു എന്നും ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ പറയുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജൻ BJPയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രനും പിന്നാലെ K സുധാകരനും ആരോപിച്ചതോടെയാണ് വിവാദം ചൂടുപിടിച്ചത്. ദല്ലാൾ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ജാവദേക്കറെ കണ്ടെന്ന് EP-യുടെ തുറന്നുപറച്ചിൽ. നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് മകന്റെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അപ്രതീക്ഷിത കൂടിക്കാഴ്ചയെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ന്യായീകരിച്ച് EP. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ്കർ കണ്ടിട്ട് എത്ര മാസമായി, എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. പിന്നാലെ EP ജയരാജനെതിരെ കടുത്ത ഭാഷയിൽ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കളങ്കിതരുമായുള്ള സൗഹൃദത്തിൽ ജയരാജന് ജാഗ്രതക്കുറവ്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും ദല്ലാൾ നന്ദകുമാറിനെ പരാമർശിച്ച് മുഖ്യമന്ത്രിയുടെ താക്കീത്. സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. ദല്ലാൾ നന്ദകുമാർ ഫ്രോഡെന്ന് MV ഗോവിന്ദൻ. നിരന്തരമായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ, വാർത്താ ശൃംഖലകൾ, അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ. ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പൊതുവായ തത്വത്തിന്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം. തിരഞ്ഞെടുപ്പ് ദിനത്തിലെ EP ജയരാജന്റെ തുറന്നുപറച്ചിലിൽ പാർട്ടി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ദല്ലാൾ നന്ദകുമാറിനെ കളങ്കിതനെന്ന് വിശേഷിപ്പിക്കുമ്പോഴും തള്ളാൻ EP ജയരാജൻ തയ്യാറാകുന്നില്ലെന്നതും ശ്രദ്ധേയം. 24 കണ്ണൂർ. പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന് EP ജയരാജൻ പറഞ്ഞത് വോട്ടെടുപ്പ് ദിനത്തിൽ ആയുധമാക്കുകയാണ് അതേസമയം പ്രതിപക്ഷം. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കരുവന്നൂർ ലാവ്ലിൻ കേസുകളിൽ ഒന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ജാവദേക്കർ EP-യെ കണ്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത് വോട്ടെടുപ്പ് ദിനം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ നടന്ന കൂടിക്കാഴ്ചയെന്നും കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അതായത് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ്. ഇപ്പൊ എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോൾ കൂട്ടുപ്രതിയെ തള്ളിപ്പറയാണ്. എന്നിട്ട് പറയാം ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവുമെന്ന്. നല്ല ശിവനാണെങ്കിൽ കത്തിയെരിഞ്ഞു പോകും പാപി. നല്ല ശിവനാണ്, ഒറിജിനൽ ശിവനാണെങ്കിൽ. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ EP ജയരാജൻ ശരിവെച്ചുവെന്ന KPCC അധ്യക്ഷനും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരൻ. രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന EP-യുടെ പ്രസ്താവന തമാശയെന്നും K സുധാകരൻ. നമ്മൾ പറഞ്ഞു അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ ധാരണയെത്തിയിട്ടുണ്ട്. ഇയാൾ ധാരണയെത്തിയെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ബാക്കി കണ്ടു, സംസാരിച്ചു, വീട്ടിൽ വന്നു, ചായ കുടിച്ചു, ഇത്രയൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ആളല്ലേ ശരി, അയാൾ പറഞ്ഞാണോ ശരി? രാഷ്ട്രീയം പറയാണ്ട് പിന്നെ രാമകഥയാണ് പറഞ്ഞത്. CPIM BJP ഡീൽ സത്യമെന്ന് തെളിഞ്ഞുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ജാവദേക്കർ EP ചർച്ചയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അവകാശപ്പെട്ടു. ഒരിക്കലും BJPയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ
പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജൂൺ 4-ന് ശേഷം കൂട്ടത്തോടെ LDF, UDF മുന്നണികളിലെ പ്രമുഖർ BJPയിൽ ചേരും. അതാ ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്ത് BJP CPIM രഹസ്യധാരണയെന്ന പ്രതിപക്ഷ ആരോപണം പുതിയ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്നതായാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. ഇലക്ഷൻ ഡെസ്ക് 24. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണമെന്ന് തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭകൾ. മണിപ്പൂർ സംഭവം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. BJPയോടുള്ള അനിഷ്ടം ലത്തീൻ അതിരൂപത പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു. അതേസമയം സമദൂരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത്തവണയും NSS. നിലപാടുകൾ തുറന്നടിച്ചും പരോക്ഷമായി പറഞ്ഞുമാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പ് ദിവസം രംഗത്തെത്തിയത്. മണിപ്പൂർ വിഷയം കേരളത്തിലും പ്രതിഫലിച്ചേക്കുമെന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ശക്തമായ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് നമ്മുടെ ഹോം മിനിസ്റ്ററോട് തന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിഫലിക്കാം, കാരണം ഇതൊരു വളരെയേറെ ചർച്ചാ വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കമന്റ് പറയേണ്ട ആളല്ല. അത് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഒരുപാട് ചർച്ച ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ശരിദൂരം എന്നതാണ് നിലപാടെന്ന ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നവർക്കാണ് വോട്ട്. സഭയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതടക്കം ചർച്ചയാകുമെന്നും യൂജിൻ പെരേര പറഞ്ഞു. ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ആവേശമാണ്. ജനങ്ങളൊക്കെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് വളരെ ആത്മാർത്ഥതയോട് ശ്രമിക്കുന്നു. വാശിയേറിയ പോളിംഗാണ് നടക്കുന്നതെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ M. സൂസൈപ്പാക്കം പ്രതികരിച്ചു. നല്ല വാശിയിൽ എല്ലാവരും ചെയ്യാണ്. നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ആൾക്കാരാണെന്നില്ല, അവരെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. നല്ല ആൾക്കാരെ എടുത്ത് അവർ തിരഞ്ഞെടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പുതിയ ഭരണാധികാരികൾ വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പ്രതികരിച്ചു. ജനാധിപത്യവും മതേതരത്വവും തുടരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേകിച്ച് ആര് ഭരണത്തിൽ വന്നോ ഞങ്ങൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാന്നുള്ളതേ ഉള്ളൂ. ഇന്നയാൾ വരണമെന്ന് ഞങ്ങൾ പറയല്ല. മണിപ്പൂർ വിഷയം കേരളത്തിൽ പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവാം. കർശന സമദൂരം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് NSS. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ G. സുകുമാരൻ നായർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് സമദൂരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ജനാധിപത്യവും മതേതരത്വവും എന്ന താല്പര്യം സംരക്ഷിക്കണം എന്ന് ഉള്ള ഒരഭിപ്രായമുണ്ട്. രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരാളും വോട്ടവകാശം നഷ്ടപ്പെടുത്തരുതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. 24 കോട്ടയം. മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ്, ഫഹദ് ഫാസിൽ, സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിനൊപ്പം വോട്ടെടുപ്പ് നടന്ന കർണാടകയിൽ രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ, പ്രകാശ് രാജ് തുടങ്ങിയ താര വോട്ടർമാരെയും കണ്ടു. പതിവ് തെറ്റിക്കാതെ മമ്മൂട്ടി. ഭാര്യ സുൽഫത്തുമൊത്ത് എറണാകുളം പൊന്നുരുന്നി UP സ്കൂളിലെത്തിയാണ് മെഗാസ്റ്റാർ വോട്ട് രേഖപ്പെടുത്തിയത്. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈനും മമ്മൂട്ടിക്കൊപ്പമുണ്ടായിരുന്നു. ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലായിരുന്നു സംവിധായകൻ ഫാസിലിനും മകനും നടനുമായ ഫഹദ് ഫാസിലിനും വോട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ടോവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. അതായത് നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസേ കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട് ആകുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇങ്ങനെ ഓപ്ഷനുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക. വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി കുഞ്ചാക്കോ ബോബനും ആസിഫ് അലിയും. രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കൂടെയാണ് എപ്പോഴും ഞാനുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ തന്നെ ഏറ്റവും നല്ല വിജയം വികസനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സമ്മതിദാനാവകാശം നിർവഹിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരുടെയും കടമയാണ്. അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മാറി നിന്ന് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ. പാലക്കാട് മണ്ഡലത്തിലെ ഒറ്റപ്പാലത്തായിരുന്നു ഉണ്ണി മുകുന്ദന് വോട്ട്. എറണാകുളം കണ്ടനാട് സെന്റ് മേരീസ് സ്കൂളിലെത്തി വോട്ട് ചെയ്ത ശ്രീനിവാസൻ എന്നാൽ തനിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. നമുക്ക്
ഏത് പാർട്ടി ജയിച്ചാലും നമുക്കെതിരായിരിക്കും. ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായി ചെയ്തില്ല. ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ പദ്ധതികളാണ്. അപകടസന്ധിയിലുള്ള ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് തന്റെ വോട്ടെന്നായിരുന്നു എഴുത്തുകാരനും നടനുമായ രഞ്ജി പണിക്കരുടെ പ്രതികരണം. തനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ലെന്നും രഞ്ജി പണിക്കർ തുറന്നടിച്ചു. അല്ല, കുഴപ്പിക്കലൊന്നുമില്ല. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല. അതിലെന്റെ മറുപടിയില്ല. പെരുമ്പാവൂരിൽ വോട്ട് ചെയ്ത നടി ആശാ ശരത്ത് സിനിമാ ലോകത്തെ സഹപ്രവർത്തകരായ സുരേഷ് ഗോപിക്കും മുകേഷിനും ആശംസകൾ നേർന്നു. സുരേഷേട്ടനുണ്ട്, എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും സഹപ്രവർത്തകരാണ്, സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും ആശംസകൾ. നടന്മാരായ ദിലീപ്, സിദ്ദിഖ്, ഹരിശ്രീ അശോകൻ, ടിനി ടോം, സൈജു കുറുപ്പ്, കുഞ്ചൻ, നടിമാരായ അന്നാരാജൻ, അഹാന കൃഷ്ണകുമാർ, സംവിധായകൻ ലാൽ ജോസ്, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. നമുക്കൊരു നല്ല ഗവൺമെന്റ് ആണല്ലോ ആവശ്യം. സോ നമ്മുടെ ആരാണ് അതിന് ഉത്തമമായിട്ടുള്ള ആള്, ആ കാൻഡിഡേറ്റിന് തന്നെ ഇത് ചെയ്യുക. നമ്മുടെ റൈറ്റ്സ് ആണ് വോട്ട്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് ഒരു വലിയൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുക. നടി അമല പോൾ ഇടപ്പള്ളി പയസ് ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിനൊപ്പം പോളിംഗ് നടന്ന കർണാടകയിലെ ബംഗളൂരുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ രാഹുൽ ദ്രാവിഡും മുൻ താരങ്ങളായ അനിൽ കുംബ്ലെ, ജവഗൽ ശ്രീനാഥ് എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. നടൻ പ്രകാശ് രാജും മാണ്ടിയിലെ സ്ഥാനാർത്ഥി കൂടിയായ നടി സുമലതയും താരവോട്ടർമാരുടെ കൂട്ടത്തിലുണ്ട്. ഇലക്ഷൻ ഡെസ്ക് 24. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് 60% മുകളിലായി. 13 സംസ്ഥാനങ്ങളിലായി 88 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജനം വിധിയെഴുതിയത്. മണിപ്പൂരിൽ വോട്ടിംഗിനിടെ വെടിവെപ്പുണ്ടായി. മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും 70%-ലധികം സമ്മതിദായകർ ബൂത്തിലെത്തി. 13 സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ BJPക്കൊപ്പമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി ഭയന്നിരിക്കുകയാണെന്നും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രചാരണവേദിയിൽ മോദി കരയുമെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ജനശ്രദ്ധ തിരിക്കാനാണ് മോദിയുടെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി. आप प्रधानमंत्री के भाषण देखते हो, घबराए हुए हैं, शायद कुछ ही दिनों में स्टेज पे आंसू निकल आए. മണിപ്പൂരിൽ മികച്ച പോളിംഗിനിടയിലും സംഘർഷം ആവർത്തിച്ചു. ഇംഫാലിൽ കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദം വെടിവയ്പിൽ കലാശിക്കുകയായിരുന്നു. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ യോഗം നാളെ നടക്കും. അമേഠിയിലോ റായ്ബറിയിലോ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ട്. 24 ഡൽഹി. എല്ലാ VVPAT സ്ലിപ്പുകളും എണ്ണണം എന്ന ഹർജി സുപ്രീം കോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് ഇനി മടങ്ങാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഒരു പുതിയ സംവിധാനത്തെ അന്ധമായി എതിർക്കുന്നത് ശരിയല്ല. മൈക്രോ കൺട്രോളർ പരിശോധനയ്ക്കുള്ള ആവശ്യം വോട്ടെണ്ണലിനു ശേഷം ഉന്നയിക്കാം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾക്ക് സമാന്തരമായി VVPATകളിലെ എല്ലാ സ്ലിപ്പുകളും എണ്ണണമെന്നായിരുന്നു ഹർജികളിലെ പ്രധാന ആവശ്യം. സാങ്കേതികതയോട് മുഖം തിരിക്കാൻ സാധിക്കില്ല എന്ന് ഹർജികൾ തള്ളി സുപ്രീം കോടതി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് സംവിധാനം ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യം ഉചിതമല്ലെന്ന് കോടതി പറഞ്ഞു. മൈക്രോ കൺട്രോളർ എവിടെയാണ് ഘടിപ്പിക്കുന്നത്, ഒന്നിലേറെ തവണ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ, തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര ദിവസം വരെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടികൾ തൃപ്തികരമാണ്. വോട്ടിംഗ് മെഷീനിൽ ചിഹ്നം ലോഡ് ചെയ്യൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണമെന്ന് ഉത്തരവിൽ കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മാത്രമല്ല, ഫലപ്രഖ്യാപനത്തിന് ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റും 45 ദിവസത്തേക്ക് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഫലപ്രഖ്യാപനത്തിന് ശേഷം പരിശോധന വേണമെന്ന് തോന്നിയാൽ ചിലവ് വഹിച്ച് അതിനായി സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാനും അവസരമുണ്ടാകും. തിരഞ്ഞെടുപ്പിൽ 2-3 സ്ഥാനങ്ങളിലെത്തുന്ന സ്ഥാനാർത്ഥികൾ എഴുതി നൽകിയാലാണ് ഈ പരിശോധന. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചതിനെതിരെ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, CMRL ഉടമ ശശിധരൻ കർത്തയെ തനിക്ക് പരിചയമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. ശോഭാ സുരേന്ദ്രനോട് പ്രതികരിക്കേണ്ട സംസ്കാരം അല്ല എൻ്റെത്. ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കരിമണൽ കർത്ത എന്ന ആളെ എനിക്ക് അറിയില്ല, പേരെ അറിയില്ല. എന്താണ് ആളെ ദൂരത്ത് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അപ്പം അങ്ങനെ ഒരാളെയായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാനത് വേണ്ട, അതെന്തെങ്കിലും പേര് മെൻഷൻ ചെയ്തു. ഇപ്പം ഇന്നലത്തെ കാര്യത്തിൽ പേര് മെൻഷൻ ചെയ്തു. അത് ഏറ്റവും നമുക്ക് ഹാനികരമായ, പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ കസ്റ്റമർ, എൻ്റെ എന്നെയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അത് ഒരു കോൺഫിഡൻസിൻ്റെ പേരിൽ നടന്നൊരു ബിസിനസ്. അതിനെ ബാധിക്കുന്ന രീതിയിൽ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമ നടപടികൾ തന്നെ ഞാൻ പോകും. അമേരിക്കയിലെ കാലിഫോർണിയയിലുണ്ടായ കാർ അപകടത്തിൽ 4 അംഗ മലയാളി കുടുംബം മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. തരുൺ ജോർജും ഭാര്യയും 2 കുട്ടികളുമാണ് മരിച്ചത്. മരത്തിലിടിച്ച ഇലക്ട്രിക് കാറിന് തീ പിടിച്ചായിരുന്നു അപകടം. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാലിഫോർണിയയിലെ പ്ലസന്റനിലാണ് 4 അംഗ മലയാളി കുടുംബം കാർ അപകടത്തിൽ മരിച്ചത്. ബുധനാഴ്ച രാത്രി പ്രാദേശിക സമയം 9 മണിയോടുകൂടിയാണ് തരുൺ ജോർജും ഭാര്യയും 2 കുട്ടികളും ഈ അപകടത്തിൽ മരിച്ചത്. മരത്തിൽ ഇടിച്ചതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ച ഇലക്ട്രിക് കാർ തീ പിടിക്കുകയായിരുന്നു. അമിത വേഗതയാണോ അപകട കാരണമെന്ന് ഇപ്പോൾ വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. അപകടവുമായി സമഗ്രമായ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ മരിച്ച തരുണിന്റെ കുട്ടികൾ ഇവിടെ തന്നെയുള്ള പ്ലസന്റൻ യൂണിഫൈഡ് സ്കൂൾ ഡിസ്ട്രിക്റ്റിലെ വിദ്യാർത്ഥികളായിരുന്നു. ഈ വളവുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞ ഈ റോഡിലൂടെ ഡ്രൈവർമാർ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് ഈ അടുത്ത കാലത്തായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സമീപവാസികളും പറയുന്നു. മരിച്ച തരുൺ സോഫ്റ്റ്വെയർ മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. ഇന്ന് പാലക്കാട് ജില്ലയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. സാധാരണയേക്കാൾ 5.1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. ഇന്നലെ 41.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. പാലക്കാടിന് പുറമെ കൊല്ലം, തൃശൂർ ജില്ലകളിൽ കൂടി ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, തൃശൂർ, കൊല്ലം ഉൾപ്പെടെ 12 ജില്ലകളിലും അടുത്ത ദിവസങ്ങളിൽ ചൂട് കൂടാനും സാധ്യതയുണ്ട്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സൂര്യാതപം സാധ്യത ഉണ്ട്. അതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. ഇവിടെ ബുള്ളറ്റിൻ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു അല്ലേ? ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. നമസ്കാരം.